ഹായ്, ഈസ്റ്റർ സ്പെഷ്യലായി ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത ഒരു ഡക്ക് കറിയാണ്. ഡക്കിൻ്റെ ക്ലീനിങ് മുതൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. വിനാഗിരിയും ഉപ്പും ചേർത്ത് അരമണിക്കൂർ പുരട്ടി വെച്ചതിന് ശേഷം 8-10 പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുത്ത ഡക്കാണിത്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇത് 2 മീഡിയം സവാള, ഒരു 25 ചുവന്നുള്ളി, 5 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 15 ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തക്കാളിപ്പഴം, പുളിക്ക് ആവശ്യമുള്ള വിനാഗിരി, വെള്ളം, വെളിച്ചെണ്ണ, ഉപ്പ്, കറിവേപ്പില, തേങ്ങാപ്പാൽ. നമുക്ക് 1 കപ്പ് ഒന്നാം പാലാണ് വേണ്ടിയത്. ഇത് ഞാൻ ഒരു വലിയ തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരണ്ടി എടുത്താണ്. അത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ ഡക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, കുരുമുളക് പൊടി മുഴുവനും, ഒരു 3 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. ഇത് ഉപ്പ് എടുക്കുമ്പം എപ്പോഴും ആദ്യമേ കുറച്ച് ഉപ്പേ ചേർക്കാവുള്ളൂ. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കണം. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുളകും തക്കാളിപ്പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. വേകാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെക്കുന്നത്. ഡക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം 15 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയിൽ കൂട്ട് പകുതിയോളം ഇടാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. വെളുത്തുള്ളിയും കുറച്ച് ചേർക്കാം. 2 പച്ചമുളകും ചേർക്കാം. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 4 വിസിൽ കേൾക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും. ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് ഉള്ളിയും സവാളയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം. ഇഞ്ചിയും ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില. ഇനി ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി സവാളയൊന്ന് നന്നായിട്ട് വഴന്ന് വരണം. സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയിൽ കൂട്ടി കുറച്ച് നമ്മളൊക്കെ അവസാനം ഇടാനായിട്ട് വെച്ചേക്കണം. ഇനി ഇത് തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഈ തക്കാളിപ്പഴം ഒന്ന് വേകാനായിട്ട് നമുക്ക് ചെറു തീയിൽ തന്നെ ഒരല്പസമയം ഒന്ന് അടച്ചു വെക്കാം. അരപ്പ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. വെന്ത് ഇരിക്കുന്ന ഡക്ക് ഈ അരപ്പിലേക്ക് ചേർക്കാം. എരിവിനായിട്ട് ഞാനിതിലേക്ക് കുരുമുളക് ചതച്ചത് ചേർക്കുവാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുവാണ്. മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. ഇനി ഈ എല്ലാ ടേസ്റ്റും ഈ ഡക്കയിലൊന്ന് പിടിക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളമായി. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് തിളയ്ക്കരുത്, നന്നായിട്ടൊന്ന് ചൂടാകുക മാത്രമേ ചെയ്യാവുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത ഡക്ക് കറി റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം.